എന്തായാലും ഒരു വേൾഡ് സിനിമ തന്നെ ആണെന്ന് പറയാം. ഒരുപാട് താരങ്ങൾ ഇതിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് വേൾഡ് സിനിമയായി മാറി. ഫുൾ ലെങ്ത് സിനിമയുടെ ഓരോ ഡയലോഗും അദ്ദേഹത്തിന് മനപ്പാടമാണ്. വിളിച്ച് പറയണം ഒരുപാട് നന്ദിയുണ്ട്, എൻ്റെ ആദ്യ സിനിമയിൽ വന്ന് സഹകരിച്ചതിന് നന്ദിയുണ്ട്. അപ്പൊ ഇത് അദ്ദേഹത്തിന് പറയേണ്ട കാര്യമില്ല. വൈഡ് ആയിട്ടുള്ള ഒരു ഷോട്ട് വെച്ച് ഒരുപാട് ക്രൗഡിനെ ഉൾക്കൊള്ളിച്ച് അദ്ദേഹം ഉദ്ദേശിക്കുന്ന സാധനം കിട്ടാതാവുമ്പോ മൈക്കിലൂടെ ചിലപ്പോ ലൗഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഷെയ്ൻ ടോം ചാക്കോ, ബേസിൽ ജോസഫ്, പിന്നെ അതേപോലെ തന്നെ എന്താണ് പ്രണവ് മോഹൻലാൽ, ഇതിലാരെങ്കിലും ഉണ്ടോ ഇല്ലയോ? ഒരാളുണ്ടായില്ല, എനിക്കറിയാം. അപ്പൊ ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശിവജി ഗുരുവായൂരാണ്. ഇന്ന് ഏറ്റവും സ്പെഷ്യലായിട്ട് മാർച്ചിൽ ഒരു പടം ഇറങ്ങുന്നുണ്ട്, പാൻ ഇന്ത്യൻ പടമായ മലയാളത്തിൽ നിന്ന് വരെ കാണാത്തൊരു പടമാണ്. അപ്പൊ അതിനെ കുറിച്ച് നമ്മുടെ കൂടെ സംസാരിക്കുന്നത് ശിവജി ഗുരുവായൂരാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്താണ് വളരെ മലയാളികളെല്ലാരും വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തുത്തിരിക്കുകയാണ് ആ പടത്തിന് വേണ്ടിയിട്ട്. അതിനെ കുറിച്ചിട്ട് എങ്ങനെ നമുക്ക് എംബ്രാന്റെ മുന്നേ നമുക്ക് ലൂസിഫറിൽ നിന്ന് തുടങ്ങാം, അതാണ് എന്റെ ശരി. അപ്പൊ ലൂസിഫറിക്ക് എങ്ങനെ എത്തിപ്പെട്ടു അതാണ് നമുക്ക് രാജോട്ടെ വിളിച്ചതാണോ, എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ലൂസിഫറിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലൂസിഫർ മലയാളം ഏറ്റെടുത്ത ഒരു പടമാണ്, ഒരു വമ്പൻ ചിത്രങ്ങളിൽ ഒരു ചിത്രമാണെന്ന് പറയാം. ലാലേട്ടൻ്റെയും എക്സ്പെഷ്യലി പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിൽ വന്ന ഒരു സിനിമ. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ഡയറക്ടർ എന്നുള്ള ഒരു കഴിവ് ആദ്യം മനസ്സിലാക്കിയത് എന്നാണ്. അദ്ദേഹം ഒരു നടൻ എന്നുള്ളതിനേക്കാൾ ഉപരി സിനിമയുടെ എല്ലാം അറിയുന്ന ഒരു വ്യക്തി. അത് സംവിധായകനാവട്ടെ, നടനാവട്ടെ, ആർട്ടാവട്ടെ, അതിലെ മേക്കപ്പ് വരെ അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഒരാൾ. അദ്ദേഹം തന്നെയാണ് എന്നെ വിളിക്കുന്നത് ലൂസിഫർ എന്ന സിനിമയിലേക്ക്. വളരെയേറെ സന്തോഷം തോന്നി. ലൂസിഫറിലെ മേടയിൽ രാജൻ എന്ന കഥാപാത്രം എല്ലാവരിലും നല്ല ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പേര് സിനിമയ്ക്ക് ശേഷവും ഇപ്പോഴും മറ്റുള്ളവർ പറയുന്നു മേടയിൽ രാജൻ എന്ന് പറയുമ്പോൾ അത് അവരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് എനിക്കുള്ളത്. അതിൽ വേറെ സന്തോഷമുണ്ട്. അതിനുശേഷം ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള എമ്പുരാൻ. അപ്പോൾ ആ കഥയുടെ തുടർച്ച എന്നുള്ള നിലയ്ക്കും ആ കഥാപാത്രം തുടർ കഥയിലും ഉണ്ട് എന്നുള്ള നിലയ്ക്കും ആണ് എന്നെ വിളിച്ചത്. ലൂസിഫറിലെ മേടയിൽ രാജൻ എമ്പുരാനിലേക്ക് എത്തിയിട്ടുണ്ട്, അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജിനെ വിളിച്ചത്. അത് വളരെ സീൻ വൈസ് വളരെ ചെറുതാണെങ്കിലും മേടയിൽ രാജനെ എമ്പുരാനിലും നിങ്ങൾക്ക് ഇഷ്ടാവും തന്നെയാണ് എൻ്റെ ഒരു ധാരണ. അത് ഡബ്ബിംഗ് വേളയിലൊക്കെ അത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഏറെ സന്തോഷത്താണ്. നിങ്ങളെപ്പോലൊക്കെ തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. സിനിമ അടുത്ത മാസം മാർച്ച് 27 ഇറങ്ങുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ പ്രൊമോഷൻ എന്നുള്ള നിലയ്ക്ക് അത് അവർ തന്നെ ആശീർവാദ് തന്നെ ഒരു പ്രത്യേക പാറ്റേണിൽ എല്ലാ ആർട്ടിസ്റ്റുകളും വെച്ചിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരു ചാനലിനോ അല്ലെങ്കിൽ വേറെ എവിടെയും ഇരുന്നിട്ടോ ഈ സിനിമയെക്കുറിച്ച് പറയാവോ എന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും ആദ്യമായിട്ട് നിങ്ങളാണ് ഈ ലൂസിഫറിന് ശേഷമുള്ള എമ്പുരാനെ കുറിച്ച് എന്നോട് ചോദിക്കുന്നത്. എന്തായാലും അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഞാനും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ലൂസിഫറിൽ നിന്ന് ഇപ്പൊ എമ്പുരാനിക്ക് വരുമ്പോ ഒരു സെറ്റ് വൈസ് എങ്ങനെ വ്യത്യാസം പറ്റിയിരിക്കുന്നു? സെറ്റ് വൈസ് ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഇതൊരു വേൾഡ് സിനിമ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് എനിക്ക് നോക്കിക്കാണാൻ പറ്റുന്നത്. അതൊരു ഇന്ത്യൻ സിനിമയോ അല്ലെങ്കിൽ ഒരു മലയാള സിനിമയോ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വേൾഡ് സിനിമയുടെ ഗണത്തിൽ പെടുത്താൻ പറ്റും. ഇത് മലയാളത്തിൽ മാത്രമല്ല, ഒട്ടേറെ ഇന്ത്യൻ ഭാഷകളിൽ മറ്റു ഭാഷകളിലേക്കും ഇത് ഇറങ്ങുന്നുണ്ട്, മൊഴി മാറ്റിക്കൊണ്ട് ഇറങ്ങുന്നുണ്ട്. അതൊക്കെ ഒരേ ദിവസം തന്നെയാണ് റിലീസാവുന്നത്. അപ്പോൾ അതിനും ഒരുപാട് കടമ്പകളുണ്ട്. ഇപ്പോൾ മലയാള സിനിമ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇറങ്ങുന്നതിന്, അവിടെ റിലീസ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് കടമ്പകളുണ്ട്. മറ്റുള്ള സ്റ്റേറ്റുകളിലെ ഹിന്ദിയായാലും തമിഴായാലും നമ്മുടെ മലയാള ഭാഷയിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അതിനുണ്ട്. എന്തായാലും ഒരു വേൾഡ് സിനിമ തന്നെ ആണെന്ന് പറയാം. അത്രയേറെ ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിലെ ലൊക്കേഷൻ അല്ലെങ്കിൽ മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ, ലാലേട്ടനടക്കമുള്ള ആർട്ടിസ്റ്റുകൾ എന്നതിനേക്കാൾ ഉപരി പുറത്തുള്ള വിദേശികളായിട്ടുള്ള ഒരുപാട് താരങ്ങൾ
ഇതിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് വേൾഡ് സിനിമയായി ഒരുപാട് മാറുന്നത്. സർപ്രൈസുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ട് 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 സർപ്രൈസുകളുണ്ട്. അതൊക്കെ ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ. ഈ പൃഥ്വിരാജ് എന്ന ഡയറക്ടർ എങ്ങനെയാണ് ആദ്യം അഭിനയിച്ച് കാണിക്കണം? അദ്ദേഹം ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ, ഇപ്പൊ ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ്, ഇങ്ങനെ ആക്ഷൻ ഇങ്ങനെ രീതിയാണ്, ഇതാണ് സംഭവം എന്നുള്ളത് ആദ്യം അഭിനയിച്ച് തരൂ, അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം, എന്താണ് അദ്ദേഹത്തിന്റെ രീതി? നേരത്തെ പറഞ്ഞ പോലെ പൃഥ്വിരാജ് ഒരു ഡയറക്ടർ മാത്രമല്ല, ഒരു നടൻ മാത്രമല്ല, അതിനേക്കാൾ ഉപരി ഒരു ടോട്ടലി സിനിമ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ലൂസിഫർ ചെയ്താലും അല്ലെങ്കിൽ എമ്പുരാൻ ചെയ്താലും, ഈ ലൂസിഫർ എന്നുള്ള സിനിമയിലും എമ്പുരാൻ എന്ന സിനിമയിലും ആ സിനിമയുടെ എ ടു സെഡ് അദ്ദേഹത്തിന് ബൈ ഹാർട്ടാണ്, അത് സ്റ്റഡീഡാണ്. അത് ക്യാമറയുടെ കാര്യത്തിലായാലും മറ്റുള്ള ലൈറ്റിങ്ങിന്റെ കാര്യത്തിലായാലും ഒക്കെ അതിന് അദ്ദേഹം നല്ല ബോധ്യമുള്ളവനാണ്, വെൽ സ്റ്റഡീഡാണ്, പ്രീ പ്ലാൻഡ് ആണ്. അപ്പോൾ ലൊക്കേഷനിൽ ഒരു തരത്തിലും ഒരു ലാഗിങ് വരുന്നില്ല എന്നർത്ഥം. അദ്ദേഹം സിനിമ മുഴുവൻ പഠിച്ചിട്ടാണ് ഓരോ ദിവസവും ഷൂട്ടിങ്ങിന് വരുന്നത്. ഈ 2.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഫുൾ ലെങ്ത് സിനിമയുടെ ഓരോ ഡയലോഗും അദ്ദേഹത്തിന് മനഃപ്പാടമാണ്. അപ്പൊ അതുകൊണ്ട് സ്ക്രിപ്റ്റ് പോലും അദ്ദേഹത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ്. അത്രയും സ്റ്റഡി ചെയ്തിട്ടാണ് അദ്ദേഹം വരുന്നത്. പിന്നെ ഞാൻ എൻ്റെ പ്രമോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനത് നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്, ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് നമ്മളവിടെ നമ്മളെ രൂപം അല്ലെങ്കിൽ ശരീരം, എൻ്റെ ശരീരം അവിടെ അങ്ങ് വെച്ചു കൊടുക്കുകയാണ്, എന്നെ മോൾഡ് ചെയ്യണം. ഒരു കഥാപാത്രത്തിനെ മോൾഡ് ചെയ്ത് കൊടുക്കാൻ നമ്മളങ്ങ് വഴങ്ങി കൊടുക്കണം. അദ്ദേഹം അവിടെ ഇരുന്ന് മോൾഡ് ചെയ്യുന്നു. ഇപ്പോൾ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത് വന്ന് ഓരോ നടന്മാരോടും അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ കഥാപാത്രം എന്താണ്, ഈ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ എന്താണ്, ഈ കഥാപാത്രത്തിനോട് ആഡ് ചെയ്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളോടുള്ള റിലേഷൻഷിപ്പ് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി സ്പഷ്ടമായും നമ്മളോട് പറഞ്ഞു തരും, പഠിപ്പിച്ചു തരും. ഞാനിതാ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കഴിവ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ 0 ആണെന്ന് പറയാം. എന്നെ നടനാക്കുക, എന്നെ കഥാപാത്രമാക്കുക, അത് അദ്ദേഹം തന്നെ ചെയ്യുകയാണ് ഇരുന്നിട്ട്. അപ്പൊ നമ്മളൊരു രൂപമായിട്ട് നിന്ന് കൊടുത്താൽ മതി എന്നുള്ളതാണ്. വളരെ ഈസി ആയിരുന്നു എനിക്ക്. അതേപോലെ തന്നെ പൃഥ്വിരാജുവേട്ടൻ അല്ലെ പൃഥ്വിരാജ് സുകുമാരനെ കുറിച്ചിട്ട് പലരും പറയുന്നത് ഭയങ്കര റഫാണ് ആള്, വല്ല ചിരിക്കുക അപൂർവ. അതായത് എമ്പുരാനിന്ന് ലൂസിഫറിന്ന് എമ്പുരാനിക്ക് വരുമ്പോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു പടമാണ്. അപ്പൊ അതിന്റെ മൊത്തത്തിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? അദ്ദേഹം ചിലപ്പോ മൈക്കയില് ഭയങ്കര റൂഡായിട്ട് പെരുമാറണം, അങ്ങനെ കുറെ അഭ്യൂഹങ്ങൾ പറക്കുന്നുണ്ട്. അതിനെങ്ങനെ പറയാനുള്ള? എനിക്ക് അനുഭവം ഇല്ല, അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് പറയേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നടൻ ആണെന്നുള്ള നിലയ്ക്ക് എല്ലാവിധ ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ തന്നിട്ടുണ്ട്. എനിക്ക് ലൂസിഫർ സിനിമ പാക്കപ്പ് ചെയ്തപ്പോൾ പാക്കപ്പ് ഷോട്ട് എന്ന് പറയുന്നത് വളരെ ക്രൗഡിന്റെ ഇടയിലാണ്. അപ്പൊ ഈ പാക്കപ്പ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അവരവരുടെ വാഹനത്തിൽ കയറി യാത്ര ചെയ്യേ പറ്റുന്നത്, ഒന്ന് കണ്ട് കൈ കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഓൺ ദ വേലാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്, എൻ്റെ സിനിമയിൽ സഹകരിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട്. ഒരു സംവിധായകർ ഇതിനു മുമ്പ് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. നന്ദി എന്ന് പറയാം, അവസാനമാകെ ഷെഡ്യൂൾ സമയത്ത് നന്ദി എന്ന് പറഞ്ഞു. അല്ല, നമ്മൾ അവിടെ പാക്കപ്പ് ടൈമിൽ ലൊക്കേഷനിൽ കാണാനോ കൈ കൊടുക്കാനോ നന്ദി പറയാനോ അവസരം ഉണ്ടായിരുന്നില്ല. കാരണം പാക്കപ്പ് പറയലും പിന്നെ ഈ ക്രൗഡ് ജനസാഗരത്തിന്റെ ഉള്ളിലാണ്, അവരൊക്കെ വന്ന് കൂടുകയാണ് നമ്മളെ അടുത്ത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒഴിവാക്കി നമ്മളെ ഓരോരുത്തരും അപ്പോഴേക്കും വണ്ടിയിൽ കയറി പോവുകയാണ്. അപ്പോൾ മുഖാമുഖം കണ്ട് ഒരു താങ്ക്സ് പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ഓൺ ദ വേല അദ്ദേഹം എന്റെ ഫോണിൽ വിളിച്ച് പറയുന്നത്. ഫോൺ വിളിച്ച് പറയണ ഒരു നന്ദിയുണ്ട്, എൻ്റെ ആദ്യ സിനിമയിൽ വന്ന് സഹകരിച്ചതിന് നന്ദിയുണ്ട്. അപ്പൊ ഇത് അദ്ദേഹത്തിന് പറയേണ്ട കാര്യമില്ല. മറ്റൊരു സംവിധായകരും എന്നോട് അങ്ങനെ അഭിനയിച്ചതിന് ശേഷം ഒരു താങ്ക്സ് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അദ്ദേഹം സിനിമാ പ്രവർത്തകനാണ്, അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യശേഖരമാണ്, സ്നേഹിക്കാൻ അറിയാവുന്ന ഒരാളാണ്. പിന്നെ ഈ പറയുന്ന വളരെ റഫായിട്ട് പെരുമാറുന്നു, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു വൈഡായിട്ടുള്ള ഒരു ഷോട്ട് വെച്ച് ഒരുപാട് ക്രൗഡിനെ ഉൾക്കൊള്ളിച്ച് അദ്ദേഹം ഉദ്ദേശിക്കുന്ന സാധനം കിട്ടാതാവുമ്പോൾ മൈക്കിലൂടെ ചിലപ്പോ ലൗഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് അദ്ദേഹത്തിന്റെ വർക്കാണ്, അദ്ദേഹത്തിന്റെ സംവിധായകനെ പറയുന്നത്. ക്യാരക്ടർ വൈസ് എനിക്ക് മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള
നമ്മളൊക്കെ ആരാധിക്കാൻ തോന്നുന്ന ഒരു ക്യാരക്ടറാണ് അത്. ഒരു ഭയങ്കര വിനയവും ഒക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ സുകുമാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സുകുമാരൻ ഈ പറഞ്ഞ പോലെ നല്ല ഒരു മനുഷ്യ സ്നേഹിയാണെന്നാണ് ഞാൻ അടുത്തറിയുന്നവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രിക്ട്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ എന്നുള്ള ഇൻഡസ്ട്രിയിൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു സിനിമാ പ്രവർത്തകൻ നമ്മൾ തീർച്ചയായിട്ടും ആരാധിച്ചു പോകും. അത്രയേറെ സിനിമയെ പഠിച്ച് ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഒരുപാട് നടന്മാർ സംവിധായകരായിട്ടുണ്ട്, ഒരുപാട് സംവിധായകർ നടന്മാരായിട്ടുണ്ട്. പക്ഷെ അവരിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത പൃഥ്വിരാജിൽ ഞാൻ കാണുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സ്പോയിലർ അല്ലാത്ത രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഇപ്പൊ ടൊവിനോ, പൃഥ്വിരാജ് അല്ലെങ്കിൽ സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഇപ്പൊ ഇത് വെച്ച് നിർത്താറുണ്ട്. കാരണം സിനിമ ഇറങ്ങാതിരിക്കുന്ന സിനിമയായിട്ട് ജസ്റ്റ് സ്പോയിലർ അല്ലാത്ത രീതിയിൽ മാത്രം ചോദിക്കണുള്ളൂ. അതായത് ഇപ്പോ എമ്പുരാനിലേക്ക് വരുമ്പോ ടൊവിനോയുടെ ക്യാരക്ടറെ എങ്ങനെ നോക്കി കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ നിങ്ങൾ കാണേണ്ടതാണ്. നിങ്ങൾ സ്ക്രീനിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. സിനിമയുടെ ഇനിയിപ്പോ കഥാപാത്രം എങ്ങനെയാണ്, ഈ കഥാപാത്രം എങ്ങനെയാണെന്ന് പറഞ്ഞ കഥ പറയുന്ന പോലെ ആവില്ല. അത് ഞാൻ വേണ്ടെന്ന് വിചാരിക്കുന്നത് പിന്നിൽ പ്രവർത്തിക്കുന്നവരും അത് താല്പര്യപ്പെടുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ആശീർവാദ് തന്നെയാണ് നേരിട്ട് നമ്മളൊക്കെ വിളിച്ചിട്ട് ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് തയ്യാറാക്കുന്നത്. ആ വീഡിയോസിലുണ്ടെല്ലാം. അപ്പൊ ഒരു ഓഡിയൻ നിലക്ക് നോക്കുകയാണെങ്കിൽ ഖുറൈശി എബ്രാഹിമിനാണോ അതോ സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ കൂടുതൽ ഇഷ്ടം ആസ് എ ഓഡിയൻ? സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്. അതായത് കോമ്പിനേഷൻസ് ഉള്ള കാരണമാണോ സ്റ്റീഫൻ നെടുമ്പള്ളി? അങ്ങനെയല്ല. ഓരോ കഥയിൽ നമുക്കിപ്പോ MTയുടെ ഒരു നോവൽ വായിക്കുമ്പോൾ അതില് ആരും ഇഷ്ടപ്പെടാത്തൊരു കഥാപാത്രം ചിലപ്പോൾ ഞാൻ ഇഷ്ടപ്പെടും. അതൊക്കെ ആസ്വാദകന്റെ നിലവാരം, ആസ്വാദകന്റെ ഒരു മനസ്സാണ് അത്, ഏത് കഥാപാത്രത്തെ ഇഷ്ടപ്പെടണം എന്നുള്ളത്. എമ്പുരാനിക്ക് വരുമ്പോ ലാലേട്ടനായിട്ട് കോമ്പിനേഷൻസ് ഉണ്ട്? കോമ്പിനേഷൻസ് ഇല്ല. ഞാന് സായികുമാർ അങ്ങനെയുള്ള കോമ്പിനേഷൻസ്. ടൊവിനോ ആയിട്ടുള്ളതില്ല, ഞാനും സായികുമാറുമായിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഫോട്ടോ, അതായത് ബാക്ക് ഭാഗം തിരിഞ്ഞിട്ടുള്ള ഫോട്ടോ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കണ്ടിട്ടുണ്ടാ? ആ ഒരു ഫോട്ടോ തിരിഞ്ഞിക്കണോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഞാൻ കാണിച്ചു തരാം. അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത് കാണിച്ചു. അതൊക്കെ അതിന്റെ പോസ്റ്റർ വിഭാഗത്തിന്റെ അല്ലേ? അതെ. അതൊക്കെ നിങ്ങളെ അങ്ങോട്ട് ആകർഷിക്കാൻ അതിന്റെ പ്രൊമോഷൻ എന്നുള്ള എനിക്ക് പല പോസ്റ്ററുകളും വരും. അതിപ്പോ നമുക്കങ്ങനെ ഇതാണ് ഇതല്ലേ ഈ പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഇത് പോസ്റ്ററുകൾ പലതരത്തിൽ വരുന്നുണ്ടല്ലോ. ഇത് ഈ പോസ്റ്റർ ഭയങ്കര ഈ റിവീൽ ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകർ ഭയങ്കര ഞെട്ടും. അല്ല, നമ്മള് ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണ്. അത് ജനങ്ങൾ വന്ന് കണ്ടാലാണ് അതിന്റെ പൂർണ്ണതയിലെത്തുള്ളൂ, അതിന്റെ സാമ്പത്തികമായിട്ട് ഇൻകം ഉണ്ടാവുള്ളൂ. അപ്പൊ സിനിമാ പ്രേമികളെ, സിനിമ ഇഷ്ടപ്പെടുന്നവരെ തിയേറ്ററിലേക്ക് ആകർഷിക്കാനായിട്ടുള്ള ആണ് അതിന്റെ പോസ്റ്റർ വിഭാഗങ്ങളൊക്കെ. അത് നിങ്ങളെ അത്രമേൽ ആകർഷിക്കുന്നുവെങ്കിൽ ആ പോസ്റ്റർ വിജയിച്ചു കണ്ടാൽ മതി. പോസ്റ്ററിനെ പോസ്റ്ററായിട്ട് കാണാൻ ആദ്യം. അത് പോസ്റ്ററാണ്, അത് ആ സിനിമയുടെ പോസ്റ്ററാണ്. പോസ്റ്റർ പറഞ്ഞാൽ ഈ സിനിമ വരുന്നു. പണ്ട് കാലങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ ചെണ്ട കൊട്ടി വിളിച്ചു പറയുന്ന ഒരു സ്വഭാവമായിരുന്നു. ഇന്ന ദിവസം ഇന്ന തിയേറ്ററിൽ ഇന്ന സിനിമ എന്ന് പറഞ്ഞിട്ട് ചെണ്ട കൊട്ടി പറഞ്ഞു നടക്കുമായിരുന്ന നമ്മൾ സാങ്കേതിക വിദ്യയിൽ ഇവിടെ വിജയിച്ചു വന്നപ്പോൾ സോഷ്യൽ മീഡിയ വന്നു, മൊബൈൽ വന്നു. അപ്പൊ അതിന്റെ പ്രചാരം ഇത്തരത്തിലായി, സോഷ്യൽ മീഡിയയിലായി. ഈ സമയത്തും ചെണ്ട കൊട്ടി നടന്നാൽ ശരിയാകുമോ? അതങ്ങനെ കണ്ടാ മതി. ആ സിനിമയുടെ പരസ്യമാണ്, കണ്ടാ മതി. അല്ലാണ്ട് അയാളെ റിവീൽ ചെയ്യുമ്പോ ഒരു ഇമ്പാക്ട് ഉണ്ടാവാൻ ചാൻസ്. അത് റിവീൽ ചെയ്യും, അതൊക്കെ നിങ്ങൾ സിനിമയിൽ കൂടെ മനസ്സിലാക്കൂ. ഞാനിപ്പോ അത് പറയണം, ഈ പോസ്റ്റർ ഇന്നതാണ്, ഈ സിനിമയിൽ ഇന്ന പോലെയൊക്കെയാണ് എന്നിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കും. പക്ഷെ ഞാൻ ചോദിക്കണത് സ്പോയിലർ ഇല്ലാത്ത രീതിയിൽ അയാൾ മലയാളി നടനല്ല, ആരും ആവട്ടെ, നിങ്ങളത് പോസ്റ്ററായിട്ട് കണ്ടാൽ മതി. അറിയാം ആരാന്നറിയോ? ഇല്ല, അറിയില്ല, എനിക്കറിയില്ല. ഓക്കെ. അപ്പൊ അതേപോലെ തിരിച്ചു നോക്കി ഞാൻ കുറച്ച് പേര് പറയാം. ആ ആള് ഇതിലുണ്ടോ ഇല്ലയെന്ന്, മീൻസ് എന്താണ് മൊത്തം 3 പേരും അറിയും. ആളുടെ പേരാന്ന് പറയണ്ട, ഉണ്ടോ ഇല്ലയെന്ന് മാത്രം പറഞ്ഞത്. ഞാൻ 3 പേരും അറിയാം. എന്താണ് ഷെയ്ൻ ടോം ചാക്കോ, ബേസിൽ ജോസഫ്, പിന്നെ അതേപോലെ തന്നെ പ്രണവ് മോഹൻലാൽ. ഇതിലാരെങ്കിലും ഉണ്ടോ ഇല്ലയോ? ഒരാളുണ്ടായില്ല.
എനിക്കറിയാവുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സിനിമയുടെ ഫസ്റ്റ് ഷൂട്ടിംഗ് മുതൽ അവസാന ഷൂട്ടിംഗ് വരെ ലൊക്കേഷനിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ. മാത്രമല്ല ഇതിന്റെ ഭൂരിഭാഗവും കേരളത്തിലല്ല നടന്നിട്ടുള്ളത്. കേരളത്തിന് പുറത്ത് പല വിവിധ രാജ്യങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അവിടെ ആരൊക്കെയാണ് പങ്കെടുത്തത്, എന്തൊക്കെയാണ് കഥ എന്നുള്ളത് ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് അല്ല, അപ്പൊ ഒന്നും അറിയില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ബേസിൽ ജോസഫ്, ഷെൻടാൻ ചാക്കോ, പ്രണവ് മോഹൻ, എനിക്കറിയില്ല. ഞാനുണ്ട് ഇതില്. അല്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അപ്പൊ ഈ കൂട്ടത്തിൽ ഒരാളുണ്ട്. ആരെയാ പറഞ്ഞത്? ബേസിൽ ജോസഫ്, ഷെൻടോൻ ചാക്കോ, പ്രണവ് മോഹൻലാൽ. എനിക്കറിയില്ല ഈ 3 പേരെ കുറിച്ച് ഇതിലുണ്ടോന്ന് അല്ല, എനിക്കറിയില്ല. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരാളുണ്ട് പറഞ്ഞു. അല്ല, ഞാനത് ഇവനെയായിരുന്നു, ടോവിനോ എന്നുള്ള ഒരു പേരില പറഞ്ഞത്. ഓക്കെ. ഓക്കെ. അല്ല, അത്തരം ഇതിലേക്കൊന്നും പോകേണ്ടത്. നമ്മളിപ്പോ സിനിമ ഇനിയിപ്പോ എത്രയേ അതിലുള്ളൂ, ഒരു ഏകദേശം 27 ദിവസമല്ലേ ഉള്ളൂ. ആകാംക്ഷ, ഈ ആകാംക്ഷയാണ് ഈ സിനിമയുടെ വിജയം. അത് നമ്മള് ഇപ്പോ പല സസ്പെൻസുകളും അതിൽ ഒരുപാട് സിനിമകളുണ്ട്. ക്ലൈമാക്സ് മറച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്ന സിനിമകളുണ്ട്. അതിലത്തെ ആർട്ടിസ്റ്റുകളോട് പോലും പറയാതെ എടുക്കുന്ന സിനിമകളുണ്ട്. ആ ക്ലൈമാക്സ് സിനിമയ്ക്ക് മുമ്പ് റിവീലായി കഴിഞ്ഞാൽ തിയേറ്ററിൽ അത് പരാജയപ്പെടും എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മാർച്ച് 27 എമ്പുരാൻ വരെയാണ്. മേടയിൽ രാജ എന്തായാലും ഹിറ്റ് ആവട്ടെ, ക്യാരക്ടർ ചർച്ച ആവട്ടെ. അതിന് മുന്നോട്ട് ലാസ്റ്റ് എമ്പുരാനെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടി. അതായത് എമ്പുരാനിൽ ക്രൂ ആയിട്ടുള്ള ഒരാളെന്ന നിലയിൽ എവിടെയെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും, ഇന്റെ പൊന്നെ ഇയാൾ ഇതിലുണ്ടോ എന്ന്. അതായത് ഇതുവരെ ആരും അറിഞ്ഞില്ല. അങ്ങനെ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പേര് കേട്ട് ഞെട്ടിയിട്ടുണ്ടോ? പേരൊന്നും പറയണ്ട. ഇല്ല, ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊക്കെ വന്നു പറയുന്നത് കേട്ടു. അല്ലാണ്ട് ക്രൂവിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും അന്വേഷിച്ചു. ഞാൻ എന്റെ ഡബിങ് കഴിഞ്ഞാൽ പിന്നെ സിനിമയെ കുറിച്ചിട്ട് പിന്നാലെ പോകുന്ന ആളല്ല. ഇപ്പൊ ഈ എമ്പുരാനിൽ വന്ന് നിൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഈ എമ്പുരാൻ അത് അത്രയും വിശേഷപ്പെട്ട ഒരു സിനിമയാണ്. ഇപ്പൊ നമ്മൾ മറ്റുള്ള സിനിമകൾ ചെയ്യുന്നതിനേക്കാൾ ഒരു വിശേഷപ്പെട്ട സിനിമയാണ്. ഞാൻ മലയാളത്തിൽ അഭിനയിക്കുന്നു, ആ സിനിമ തന്നെ തമിഴിലും ഹിന്ദിയിലും കന്നഡയിലും ഒക്കെ ഒറ്റ സമയം പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയല്ല. അപ്പൊ അത്തരത്തിൽ എല്ലാം കൊണ്ടും വിശേഷപ്പെട്ട ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് അതിനെ കുറിച്ചിട്ട് വീണ്ടും വിളിക്കുക. അല്ലാതെ ഞാൻ ഡബിങ് കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയെ കുറിച്ച് ചിന്തിക്കാറില്ല. അത് ഇറങ്ങിയില്ല. ഇങ്ങനെ ഒരാൾ ഇതിലുണ്ടോ, അങ്ങനെ ഇങ്ങനെ ചർച്ച ആകുമ്പോ അയ്യോ അങ്ങനെ ഒരു മാസം കൂടിയുള്ളൂ. അങ്ങനെ അല്ല ഞാൻ ചോദിക്കണില്ല, അങ്ങനെ പേര് കേട്ട് ഞെട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആള് ഇങ്ങനെ നമുക്കൊരു ഞാനത് അന്വേഷിച്ചിട്ടില്ല. ആരൊക്കെയാണെന്നുള്ളപ്പോഴും പേരെടുത്ത് ഓരോ ആർട്ടിസ്റ്റുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. 1-2 പേര് അറിയുന്നല്ലാതെ എല്ലാ ഫുൾ ആർട്ടിസ്റ്റുകളുടെ പേര് പറയണം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഈ സിനിമയിൽ അഭിനയിച്ച ആർക്കും അങ്ങനെ ഒറ്റയടിക്ക് പേര് പറയാൻ പറ്റില്ല. പൃഥ്വിരാജിന് പറയാൻ പറ്റും. എന്തായാലും മേഡല് രാജ ഹിറ്റ് ആവട്ടെ. ഇത്രയും അധികം നമ്മളോട് സ്പെൻഡ് ചെയ്ത ശിവജി ഗുരുവായൂരിന് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു എല്ലാ പ്രേക്ഷകർക്കും. താങ്ക് യു. താങ്ക്സ് ഓൾ.